നമ്മളെ രണ്ടുപേരെയും കൊണ്ട് വേറെ ഗൈഡിനോട് ഏൽപ്പിച്ചപ്പോൾ ആ ഗൈഡും വേറെ ശ്രീലങ്കയിലെ 2 പയ്യന്മാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 5 പേരുടെ പോകുമ്പോഴാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും അനുഭവിച്ചിട്ട് നിൻ്റെ അടുത്ത് 2 മിനിറ്റിൽ അത് ഞാൻ പറഞ്ഞു തരണം, അവൻ ജോലിക്ക് എന്തോ നിൽക്കണം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. ഈ ഗൈഡും നമ്മളും കൂടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഒരാൾ ഇസ്രയേലിലായിരുന്നു ഇരുന്നിട്ടാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അയാൾ അപ്പുറത്ത് നിൽപ്പുണ്ട്, നിങ്ങൾ വന്നാൽ മതി, ഞാൻ ഇവിടെ കാർ ഇട്ടിട്ട് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ അയാളാണ് നമ്മളെ നിയന്ത്രിച്ചത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം ജോർദാനിൽ വെച്ചുണ്ടായ വെടിവെപ്പിൽ പരിക്കേറ്റ വ്യക്തിയാണ് എഡിസൺ. അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും അവിടെ മരിച്ച തോമസിന് ഇനി എന്താണ് നടപടികളെന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുകയാണ്. സംഭവിച്ചത് നമ്മൾ ഗൈഡുമായിട്ട് നടന്നു പോകുമ്പോൾ അവർ ഷൂട്ട് ചെയ്യുകയായിരുന്നു ജോർദാനിൽ. അത് 10-ാം തീയതി രാത്രി. നമ്മളിവിടെ നിന്ന് ഫ്ലൈറ്റിൽ ഞാനും എൻ്റെ ഈ മരിച്ചുപോയ അളിയനും പിന്നെ 2 കൂട്ടുകാരും. ബിജു എന്ന് പറയുന്നത് നമ്മളൊരു ഫ്രണ്ടാണ്. നമ്മളിവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. പൈസ കൊടുത്തായിരുന്നു. ഞാൻ അക്കൗണ്ടിൽ 2,10,000 രൂപ കൊടുത്തായിരുന്നു. ബാക്കി അവൻ ഡോളർ എടുക്കാൻ പറഞ്ഞ് ഒരു $600 എടുത്തായിരുന്നു. 54-53 രൂപ അടുപ്പിച്ചായി. അതുപോലെ ആയിരിക്കാം. തോമസ് എത്ര കൊടുത്തെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചില്ല. ഞാൻ അവിടെ എന്നെ ജയിലിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അളിയനെ ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ കാണാത്തതുകൊണ്ട് ഞാൻ വിളിച്ചറിയിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ അളിയനെ ഞാൻ ജയിലിൽ കണ്ടില്ല. അളിയൻ്റെ വൈഫിനെ വിളിച്ചിട്ട് എംബസിയിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ വൈഫ് എംബസിയിൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ അവർ റിപ്ലൈ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ വന്നത് 28-ാം തീയതിയാണ് ഞാൻ വന്നത്. അത് ഇവിടെ നിന്ന് ടിക്കറ്റ് അയച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ വന്നതിന് ശേഷമാണ് അവർ റിപ്ലൈ കൊടുക്കുന്നത്. ജോലി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇന്ന ജോലിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്തെങ്കിലും ജോലി, എന്ത് ജോലി അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ എനിക്ക് ഡ്രൈവിംഗ് അറിയാം, പിന്നെ പെയിൻറ്റിങ്, പ്ലംബിങ്, വയറിംഗ് ഒക്കെ അറിയാം എന്ന് പറഞ്ഞായിരുന്നു. തിരിച്ച് അല്ല എന്നെ ജയിലിലിട്ടിട്ട് ജയിലിൽ ഇവിടെ നിന്ന് ടിക്കറ്റ് അയച്ചാലേ അവിടെ നിന്ന് പുറത്ത് വിടുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ അനിയ ഇടപെട്ട് ടിക്കറ്റ് അയച്ചിട്ട് അവിടെ നിന്ന് തന്നെ എയർപോർട്ടിൽ കൊണ്ട് ഫ്ലൈറ്റിൽ കൊണ്ട് അവർ തന്നെയാണ് കൊണ്ടിരുത്തിയത് പോലീസ്. അവർ കൊണ്ടുവന്ന് എയർപോർട്ട് പോലീസിനോട് എയർപോർട്ട് പോലീസ് ഫ്ലൈറ്റിനകത്ത് കൊണ്ടിരിക്കും. ഞാൻ ഡ്രൈവറാണ്, വണ്ടി തന്നെ ഓടിക്കും. തോമസിന്റെ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ്? അവിടെ കാര്യങ്ങളൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. ഈ പൈസ കൊടുത്തതും കാര്യങ്ങളൊന്നും വൈഫ് അറിയില്ലെന്ന് പറഞ്ഞു. തോമസിനെ അറിയാം. അവർ ഫ്രണ്ടാണ്, അവർ ഒരുമിച്ച് പഠിച്ചവരാണ്, പിന്നെ കൂട്ടുകാരാണ്. കൊണ്ടുപോയ ബിജു ഇല്ല, അതിനുശേഷം കണ്ടിട്ടില്ല. പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ഇല്ലായിരുന്നു. ഇവൻ നമ്മളെ കൊണ്ടുപോയി വേറെ ഗൈഡിൻ്റെ കയ്യിൽ കൊടുക്കുകയായിരുന്നു. നമ്മളെ രണ്ടുപേരെയും കൊണ്ട് വേറെ ഗൈഡിനോട് ഏൽപ്പിച്ചപ്പോൾ ആ ഗൈഡും വേറെ ശ്രീലങ്കയിലെ 2 പയ്യന്മാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 5 പേരുടെ പോകുമ്പോഴാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ മൊത്തം 18 ദിവസം ജയിലും ഹോസ്പിറ്റലുമായിട്ട് ട്രീറ്റ്മെൻറ്റ്. തിരിച്ച് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്, കേന്ദ്രം ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ബോഡി തിരിച്ച് കൊണ്ടുവരുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇല്ല ഫ്രണ്ടല്ലേ നമ്മൾ, പിന്നെ അങ്ങനെ ചതി ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടുപോയത്. നമുക്ക് ജോലി വാങ്ങിച്ചു പറഞ്ഞാണ് കൊണ്ടുപോയത്. അല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, നമുക്കറിയത്തില്ലായിരുന്നു. അറിയാമെങ്കിൽ നമ്മൾ ഇതൊന്ന് കയറി കൊടുക്കും. ബിജുവിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ വരുമ്പോൾ ഞാൻ വന്നത് കൊച്ചി എയർപോർട്ടിലാണ് കൂടെ. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് കോരാണിയിൽ വെച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു അത് എന്താണ് നടന്നതെന്ന് 2 മിനിറ്റിൽ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും അനുഭവിച്ചിട്ട് നിൻ്റെ അടുത്ത് 2 മിനിറ്റിൽ അത് ഞാൻ പറഞ്ഞു തരണം, അവൻ ജോലിക്ക് എന്തോ നിൽക്കണം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അതിനുശേഷം ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് നീ എന്തിനും ചാനലുകാരുടെ അടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു, നീ കണ്ടില്ലല്ലോ, ഞാനാണല്ലോ അനുഭവിച്ചത്. ഞാൻ എന്ത് അനുഭവിച്ചിട്ടുണ്ടോ അത് തന്നെയാണ് ഞാൻ ചാനലുകാരോട് പറഞ്ഞിട്ടുള്ളത്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്തു. അതിനുശേഷം റിപ്ലൈ ഒന്നുമില്ല. വാട്സാപ്പിലാണ് വിളിച്ചത്. ഇല്ല, അറിയില്ല. ഇപ്പം ഇത് ഞങ്ങളുടെ കാര്യം ഇങ്ങനെ അറിഞ്ഞപ്പോൾ ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്ന് പ്രതികരിച്ച് തുടങ്ങി. ബിജുവിൻ്റെ വീട് ഇങ്ങോട്ടാണ്. ആൾക്ക് ഇത് തന്നെ പണി, വിദേശമായിട്ട് ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകും. നാട്ടിൽ വരും, ഇതുപോലെ കൊണ്ടുപോകും, വരും. ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. ഇല്ല, വന്നില്ല.
എന്നെയാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ എൻ്റെ ബോധം പോയായിരുന്നു. പിന്നെ ഞാൻ ഇത് ഒരു ക്യാമ്പിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ എത്തിയപ്പോൾ മനസ്സിലായില്ലേ ഒരു അബദ്ധത്തിലാണൊക്കെ എന്നുള്ളത്? വേദന മാറ്റിയ സമയത്തോ അങ്ങനെ എന്തെങ്കിലും സംശയം? അല്ല അങ്ങനെ സംശയം തോന്നിയില്ല. കാരണം നമുക്ക് 100-150% ഉറപ്പ് തന്നിട്ടാണ് കൊണ്ടുപോകുന്നത്. പേടിക്കാൻ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് മെസ്സേജൊക്കെ ഇട്ടായിരുന്നു, പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, അവിടെ എത്തിക്കോളും. അതൊക്കെ എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. പിന്നെ എപ്പോഴാണ് ഇതൊരു പ്രശ്നമാണെന്ന് മനസ്സിലായത്? ഇവർ പിടിച്ചപ്പോൾ പെട്ടെന്നൊന്നും അറിയാതെ പെട്ടെന്ന് ചേർത്ത് വെടികൊള്ളു. വാണിംഗ് ഒന്നും ഉണ്ടായില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെ എത്തിയായിരുന്നു? ജോർദാൻ. അല്ല, ഞാൻ പോലീസുകാരുടെ ദേഹത്ത് എഴുതിയിട്ടുണ്ട്. അവിടെ എങ്ങനെ പോയത്? എങ്ങനെ യാത്രയൊക്കെ എങ്ങനെയായിരുന്നു? അത് കാറിലാണ് അവർ കൊണ്ടുപോയത്. ആ ഗൈഡ് കാറിലാണ് കൊണ്ടുപോയത്. അപ്പോൾ ബിജുവിൻ്റെ കൂടെ ബിജു നമ്മളെ കൊണ്ട് ആ ഗൈഡിനെ ഏൽപ്പിച്ചിട്ട് ബിജു വന്നില്ല. പിന്നെ നമ്മളാണ് അങ്ങോട്ട് പോകുന്നത് ഗൈഡുമായിട്ട്. അപ്പോൾ ഗൈഡ് ഒരു സിമ്മ് തന്നായിരുന്നു. അപ്പോൾ ആ സിമ്മിലാണ് ഈ ഗൈഡും നമ്മളും കൂടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഒരാൾ ഇസ്രയേലിലായിരുന്നു ഇരുന്നിട്ടാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അയാൾ അപ്പുറത്ത് നിൽപ്പുണ്ട്, നിങ്ങൾ വന്നാൽ മതി, ഞാൻ ഇവിടെ കാർ ഇട്ടിട്ട് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ അയാളാണ് നമ്മളെ നിയന്ത്രിച്ചത്. ഗൈഡിനെ നിയന്ത്രിച്ച് വാട്സപ്പ് ഗ്രൂപ്പാണ്. വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് പിന്നീട് പ്രശ്നം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും അതിൽ? അല്ല, അത് അവിടുത്തെ പോലീസുകാരൊക്കെ അത് സെർച്ച് ചെയ്തായിരുന്നു. സെർച്ച് ചെയ്തിട്ട് പോലീസുകാർ പറഞ്ഞു അവൻ ഇസ്രയേലല്ല, അവൻ ദുബൈയിൽ എന്താണ് ഇരുന്നിട്ട് അവൻ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു... നമ്മൾ നടക്കുകയായിരുന്നു. നടന്നപ്പോഴാണ് എന്താണ് ഫിസിക്കൽ കണ്ടീഷൻ? എനിക്കിച്ചിരി പെയിനുണ്ട്. പിന്നെ ഇതുവരെയും ഹോസ്പിറ്റലൊന്നും പോയില്ല. പോകാൻ വേണ്ടി അളിയൻ്റെ ഇത് എന്താണെന്ന് അറിയാതെ ഇച്ചിരി നടക്കും. ഇച്ചിരി നടക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. ഭാര്യയുടെ അല്ല, എൻ്റെ ചേച്ചിയുടെ ഭർത്താവ്.